നമസ്കാരം. മൈൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മുരളി മോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് പവർ ട്രെയിനർ. കുട്ടികളെ പഠനത്തിൽ മിടുക്കരാക്കി വളർത്താൻ അച്ഛനമ്മമാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ മക്കൾ മിടുക്കരായി വളരണം, പഠിക്കാൻ മിടുക്കരാവണം എന്ന് എല്ലാ അച്ഛനമ്മമാർക്കും അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും പഠനത്തിൽ പുറകോട്ട് പോകും. ഇത് ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻ കൊണ്ടാവാം, ചീത്ത കൂട്ടുകെട്ടുകൊണ്ടാവാം, അവരുടെ മാനസികാവസ്ഥ മോശമായതുകൊണ്ടാകാം, വീട്ടിലെ അന്തരീക്ഷം കൊണ്ടാകാം, സ്കൂളിലെ ടീച്ചിങ്ങിന്റെ പ്രശ്നം, പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ രക്ഷകർത്താക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ പേരൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിൽ ഒന്നാമത്തേത് അവരുടെ മെന്റൽ എനർജി കൂട്ടുക എന്നുള്ളതാണ്. മനസ്സിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക, മാനസികാരോഗ്യം. അപ്പൊ കുട്ടികൾ പഠിക്കാൻ മിടുക്കരായ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നല്ല മെന്റലി ഹൈ എനർജിയിലുള്ളവരാണ്. അപ്പൊ വീട്ടിൽ എനർജി കുറയ്ക്കാൻ പാടില്ല. അപ്പൊ അച്ഛനമ്മമാർ തന്നെ ചിലപ്പോൾ എനർജി കുറയ്ക്കും. അച്ഛനമ്മമാർ എങ്ങനെ എനർജി കുറയ്ക്കുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കുട്ടികളുടെ മെന്റൽ എനർജി കുറയ്ക്കുക. നിങ്ങൾ അവരെ വഴക്ക് പറയുമ്പോൾ, നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങൾ അവരുടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ, അവരെ കൊച്ചാക്കി സംസാരിക്കുമ്പോൾ, മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ എനർജി കുറയും. ഇതവരെ പഠിക്കാൻ മോശമാക്കും. അവരുടെ താല്പര്യം കുറയും. അവർക്ക് മാനസികമായിട്ട് എനർജി കുറയുമ്പോൾ ഒന്നിനും ഉത്സാഹമില്ലാതാവും, മടിയന്മാരാവും. അതിന് പകരം അവരുടെ എനർജി കൂട്ടുന്നത് എങ്ങനെയാണ്? അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്രീസിയേഷൻസ്, പ്രശംസിക്കുക, അംഗീകരിക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെയാന്ന് പറയുക, അവരോട് വല്ലാത്ത സ്നേഹവും അടുപ്പവും കാണിക്കുക. അവരുടെ മെന്റൽ എനർജി കൂടും, കുട്ടികളുടെ തലച്ചോറ് വർക്ക് ചെയ്യും, അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, അവർ മിടുക്കന്മാരായി മാറും. അടുത്തതെന്ന് പറയുന്നത് ബ്രെയിൻ ആക്ടിവേഷനാണ്. അപ്പോൾ കുട്ടികളുടെ തലച്ചോറ് ആക്ടിവേറ്റും ആവും, ഡീആക്ടിവേഷനും ആവും. തലച്ചോറ് ഉപയോഗിക്കും തോറും ആക്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ ആക്ടിവേഷനായ ബ്രെയിൻ ക്ലാസ്സിൽ നല്ല ശ്രദ്ധ കിട്ടും, നല്ല മാർക്ക് കിട്ടും, പഠിച്ചാൽ ഓർമ്മ നിൽക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെയിൻ ആക്ടിവേഷൻ ഉണ്ടാവുന്നത്? തലച്ചോറിനകത്തെ കോശങ്ങൾ തങ്ങളിൽ കണക്ഷൻസ് ഉണ്ടാവണം, ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവണം. ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ കൊണ്ട് എല്ലാ ദിവസവും കഥാപുസ്തകങ്ങളും പത്രം വായന, അതിലൂടെ കുട്ടികളുടെ തലച്ചോറ് വികസിക്കും. അപ്പോൾ അതുപോലെ അവരെ കൊണ്ട് മറ്റ് ആക്ടിവിറ്റീസ്, ഉപകരണ സംഗീതം, വയലിൻ, ചെണ്ട, മൃദംഗം, തബല, മറ്റ് കരാട്ടെ, ഇങ്ങനെ അവർക്ക് എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു, അവരുടെ തലച്ചോറിനകത്ത് ന്യൂറൽ നെറ്റ്വർക്കുകൾ, പാത്ത് വേസ് ഉണ്ടാവും. ഇത് ആക്ടിവേഷൻ ആവുന്നതോടുകൂടി അവർക്ക് പഠിക്കാൻ താല്പര്യം കൂടും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു കൃത്യമായ ലക്ഷ്യബോധം, മോട്ടിവേഷൻ. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ജോലി പ്രധാനമായിട്ടും പേരൻസ് ആണ്. അവർക്കൊരു ലക്ഷ്യം വേണം. അപ്പം നല്ല മിടുക്കരായി പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല ലക്ഷ്യബോധമുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു ലക്ഷ്യം അവർ പറയുമ്പോൾ എനിക്ക് പൈലറ്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, മിലിറ്ററി ആവണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താതെ നമ്മുടെ ആഗ്രഹങ്ങൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ നിന്നൊരു ആഗ്രഹം വരും. ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അവൻ വലുതാവുമ്പോൾ അവൻ എന്തോ ആയിക്കോട്ടെ, തൽക്കാലം പഠിക്കാൻ ഒരു മോട്ടിവേഷനാണ് അവൻ്റെ ഈ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യം നടക്കുമെന്നും തീർച്ചയായിട്ടും അത് നേടാൻ കഴിയുമെന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുക, ആ ലക്ഷ്യം അവനിൽ ഉറപ്പിക്കുക, ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോഴുള്ള നേട്ടങ്ങളെ കുറിച്ചും അവരോട് പറയുക. അടുത്തതായിട്ട് പേരൻസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നത് അവരുടെ ഉറക്കവും അവരുടെ ആഹാരവുമാണ്. അപ്പോൾ ഉറക്കം എന്ന് പറയുമ്പോൾ കുട്ടികൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരേ സമയത്ത് തന്നെ കിടക്കുക, ഒരേ സമയത്ത് എണീക്കുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ബ്രെയിൻ പ്രവർത്തനത്തിന് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു 7-8 മണിക്കൂറെങ്കിലും കുട്ടികൾ ഉറങ്ങണം. ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അപ്പോൾ സാധാരണ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 11 മണിയാകുമ്പോൾ കിടക്കാം, രാവിലെ ഒരു 5-5:30 ആകുമ്പോൾ എഴുന്നേൽക്കാം. അപ്പോൾ ഇത് പേരൻസ് ഉറപ്പുവരുത്തണം. പലപ്പോഴും ഈ മൊബൈലും ഒക്കെ എടുത്ത് റൂമിലേക്ക് പോകുന്ന കുട്ടി ചിലപ്പോൾ ഉറങ്ങുന്ന 2 മണിക്കോ 2:30 ആയിരിക്കും. അച്ഛനമ്മമാരങ്ങ് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയില്ല. ഈ നമ്മൾ പകൽ പഠിക്കുന്നത് മുഴുവനും ചെയ്യുന്ന കാര്യങ്ങളും ലോങ് ടൈം മെമ്മറിയിലേക്ക് സൂക്ഷിക്കുന്നത്, അടുക്കി കൃത്യമായിട്ട് ഓർത്തു വെക്കുന്നത് ഉറക്കത്തിലാണ്. അപ്പോൾ ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ പഠിച്ചതുകൊണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികൾ കൃത്യമായി ഉറങ്ങുന്നു, അച്ഛന്മാർ ഉറപ്പുവരുത്തുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആഹാരമാണ്. ഇവർക്ക് ഈ രാത്രിയിലത്തെ ആഹാരം നേരത്തെ കൊടുക്കണം. രാത്രി താമസിച്ച് കഴിക്കുന്നത് പലപ്പോഴും തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ അഡ്വൈസ് ആയിട്ട് ബാധിക്കും. അപ്പോൾ ഇവർ ഒരു കിടക്കുന്നതിന് ഒരു 2-2.5 മണിക്കൂർ മുമ്പേ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുക. 10 മണിക്കാണ് കിടക്കുന്നെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ കുട്ടിക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ സമീകൃത ആഹാരം കൊടുക്കണം. ഈ ജങ്ക് ഫുഡുകളും അതുപോലെ തന്നെ ഈ ബേക്കറി സാധനങ്ങളും അതേപോലെ ഒരുപാട് മധുര പലഹാരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ സമൃദ്ധമായതും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ സമീകൃതമായ ആഹാരം കൊടുക്കുക. അപ്പോൾ കുട്ടി നല്ല എനർജറ്റിക് ആയിരിക്കും, അവന് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവും, അപ്പോൾ നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നല്ല മാർക്കും വാങ്ങിക്കും. അപ്പോൾ ഈ രീതിയിൽ അച്ഛനമ്മമാർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് കുട്ടിയും പഠനത്തിൽ നമുക്ക് മിടുമിടുക്കരാക്കി എടുക്കാം. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.